5. സിക്സ്ത് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ബാലൻസ് ഷീറ്റ് തന്നിട്ട് നമ്മളോട് കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോസ് ആണ് കാണാൻ പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ഓരോന്ന് വെച്ച് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് കറണ്ട് റേഷ്യോ കാണാനാണ്. കറണ്ട് റേഷ്യോ കാണാനുള്ള ഫോർമുല എന്താണ്? കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ് അല്ലേ? സോ നോക്കാം കറണ്ട് അസറ്റ്സ് ഏതൊക്കെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, കറണ്ട് അസറ്റ് ഏതൊക്കെയാണ് ഇവിടെ ഉള്ളത് അത് നോക്കാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യാം? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലേക്ക് പോവാം. അവിടെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് കറണ്ട് അസറ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്? ഒന്ന് സ്റ്റോക്ക് ഉണ്ട്, പിന്നെ സൺട്രി ഡെപ്റ്റേഴ്സ് ഉണ്ട്, ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട്, പിന്നെ ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട് അല്ലേ? അപ്പം നോക്കാം. കറണ്ട് അസറ്റിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് 80,000, പിന്നെ സൺട്രി ഡെപ്റ്റേഴ്സ് 1,10,000, പിന്നെ ക്യാഷ് അറ്റ് ബാങ്ക് 30,000, ക്യാഷ് ഇൻ ഹാൻഡ് എത്രയാണ്? ക്യാഷ് ഇൻ ഹാൻഡ് ബാലൻസ് ഷീറ്റ് നോക്കുക 20,000 അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യാം? ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യാം. 80,000 പ്ലസ് 1,10,000 പ്ലസ് 30,000 പ്ലസ് 20,000 എത്രയാണ് കിട്ടുക? 2,40,000. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കറണ്ട് ലയബിലിറ്റീസ് ഫൈൻഡ് ചെയ്യണം. കറണ്ട് ലയബിലിറ്റീസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലേക്ക് നോക്കുക. കറണ്ട് ലയബിലിറ്റീസ് ഏതെങ്കിലും ഉണ്ടോന്ന്? ഇല്ലേ? കറണ്ട് ലയബിലിറ്റീസിൽ ഏതൊക്കെ വരിക? സൺട്രി ക്രെഡിറ്ററും വരും, അതുപോലെ തന്നെ ബിൽസ് പേയബിളും വരും. സൺട്രി ക്രെഡിറ്ററും ബിൽസ് പേയബിളും. സൺട്രി ക്രെഡിറ്റർ എത്ര എമൗണ്ട് വരുന്നത്? 90,000. ബിൽസ് പേയബിള് 40,000. സോ ടോട്ടൽ എത്രയാണ് കിട്ടുക നമുക്ക്? 1,30,000. ഇനി എന്ത് ചെയ്താൽ മതി? നേരെ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യാം. കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു എത്രയാണ്? കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. 2,40,000 ഡിവൈഡഡ് ബൈ 1,30,000 അല്ലേ? 2,40,000 ഡിവൈഡഡ് ബൈ 1,30,000 എത്രയാണ്? 0.846 കിട്ടും. 1.846 കാണുന്നുണ്ടോ? 1.846 എന്നാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ കൗണ്ട് ചെയ്തിട്ട് 1.84 എന്ന് എഴുതും. 1.84 അല്ലെങ്കിൽ 1.85 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ആൻസർ കിട്ടിയേക്കുന്നത് 1.84:1 ആണ്. ശരിക്കും ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ് വരേണ്ടത്? 2:1. അതായത് കറണ്ട് അസറ്റ് 2, കറണ്ട് ലയബിലിറ്റി 1 അല്ലേ? ഇതെന്ന് പറയുന്നത് എന്താണ്? കറണ്ട് അസറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? കറണ്ട് അസറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ കറണ്ട് ലയബിലിറ്റി മീറ്റ് ചെയ്യണം, അത് 1. പിന്നെ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലും മീറ്റ് ചെയ്യണം. അതായത് കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി, വർക്കിംഗ് ക്യാപിറ്റലും മീറ്റ് ചെയ്യണം. ഇവിടെ നോക്കുന്ന സമയത്ത് ഇത് ഏകദേശം ഐഡിയലാണ്. 1.84:1 എന്ന് പറഞ്ഞാൽ അറൗണ്ട് 2 വന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? നെക്സ്റ്റ് നമ്മളോട് കണ്ടുപിടിക്കാൻ എന്താണ് പറഞ്ഞേക്കണേ? ക്വിക്ക് റേഷ്യോ ആണ് അല്ലേ? ക്വിക്ക് റേഷ്യോ ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ക്വിക്ക് റേഷ്യോ ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് അല്ലേ?
quick asset divided by current liability. It shows the relationship between quick asset and current liabilities. അതായത് കറണ്ട് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ക്വിക്ക് അസറ്റ് ഉണ്ടോ എന്നാണ് നമ്മൾ ഈ ഫോർമുലയിലെ കൂടെ നോക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഇൻവെന്ററീസും പ്രീപെയ്ഡ് എക്സ്പെൻസും എടുക്കില്ല. റീസൺ എന്താണെന്ന് വെച്ചാൽ അത് രണ്ടും ലെസ് ലിക്വിഡ് ആണ്. അതുകൊണ്ട് നമ്മൾ കറണ്ട് അസറ്റിൽ നിന്ന് എന്ത് ചെയ്യും, പ്രീപെയ്ഡ് എക്സ്പെൻസും അതുപോലെ തന്നെ ഇൻവെന്ററീസും മൈനസ് ചെയ്യും. സോ അത് രണ്ടും മൈനസ് ചെയ്തിട്ടുള്ള ഫിഗർ ആയിരിക്കും ലിക്വിഡ് അസറ്റ് അല്ലെങ്കിൽ ക്വിക്ക് അസറ്റ്സ് എന്ന് പറയുന്നത്. ഈ ക്വിക്ക് റേഷ്യോയുടെ തന്നെ വേറെ രണ്ട് നെയിംസ് ആണ് ലിക്വിഡ് റേഷ്യോ ഓർ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാം ക്വിക്ക് അസറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്വിക്ക് അസറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടി ബാലൻസ് ഷീറ്റിലേക്ക് നോക്കാം. ബാലൻസ് ഷീറ്റിൽ പെട്ടെന്ന് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെയാണ്? ഒന്ന് സൺട്രി ഡെപ്റ്റേഴ്സ്, പെട്ടെന്ന് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാം പറ്റില്ലേ? ക്വിക്കായിട്ട് നമുക്ക് നമ്മുടെ ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. 1,10,000. പിന്നെ ക്യാഷ് അറ്റ് ബാങ്കും ക്യാഷ് ഇൻ ഹാൻഡും 30,000-ഉം 20,000-ഉം. അതായത് നമ്മുടെ കറണ്ട് ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സ് ഏതൊക്കെയാണ്? അപ്പോൾ നോക്കാം. 1,10,000 പ്ലസ് 30,000 പ്ലസ് 20,000 എത്രയാണ്? 1,60,000 അല്ലേ? നമ്മൾ നേരത്തെ കറണ്ട് ലയബിലിറ്റീസ് ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് 1,30,000. സോ ക്വിക്ക് റേഷ്യോ ഈസ് ഈക്വൽ ടു 1,60,000 divided by current liabilities of 1,30,000 അല്ലേ? 1,60,000 divided by 1,30,000 എത്രയാണ്? 1.23 അല്ലേ? 1.23. ഇത് നമ്മൾ എന്ത് ചെയ്യണം? അതായത് 1.23:1 എന്നാണ് നമുക്ക് ശരിക്കും ആൻസർ വരേണ്ടത്. അതെന്താ മീൻ ചെയ്യുന്നത്? അതായത് ക്വിക്ക് റേഷ്യോയുടെ എപ്പോഴും സ്റ്റാൻഡേർഡ് ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ലിക്വിഡ് റേഷ്യോ എന്തായിരിക്കും? 1:1 ആയിരിക്കും. അതായത് കറണ്ട് ലയബിലിറ്റീസ് പേ ചെയ്യാനുള്ള കറക്റ്റ് എമൗണ്ട് എന്തായിട്ട് വേണം? ക്വിക്ക് അസറ്റ് ആയിട്ട് നമുക്ക് വേണം. ദാറ്റ് മീൻസ് നമുക്ക് കമ്പനിയുടെ കറണ്ട് ലയബിലിറ്റീസ് പേ ചെയ്യാനുള്ള അത്രയും തന്നെ എന്ത് ചെയ്യണം? കറണ്ട് ലയബിലിറ്റി പേ ചെയ്യാനുള്ള അത്രമാത്രം തന്നെ ക്വിക്ക് അസറ്റ് എന്ത് ചെയ്യണം? നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി നെക്സ്റ്റ് വേണം നോക്കാം, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോസ് ആണ്. അതായത് സി ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോസ്. ഫോർമുല എന്താണ്? ഫോർമുല എന്ന് പറയുന്നത് ബോറോഡ് ഫണ്ട് ഡിവൈഡഡ് ബൈ ഓൺഡ് ഫണ്ട് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഓൺഡ് ഫണ്ട് ഓർ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇനി ഇതിലേതൊക്കെയാണ് ബോറോഡ് ഫണ്ട് വരുന്നതെന്ന് നോക്കാം. ബോറോഡ് ഫണ്ട് ഏതൊക്കെയാണ് കമ്പനി പുറത്തുനിന്ന് ആൾക്കാരുടെ അടുത്ത് നിന്ന് ഫണ്ട് റേസ് ചെയ്തിട്ടുള്ളതെന്നാണ്. ഏതൊക്കെ വരും? ഡിബഞ്ചേഴ്സ് വരും അല്ലേ? ഡിബഞ്ചേഴ്സ് നമ്മൾ പുറത്തുനിന്ന് എമൗണ്ട് റേസ് ചെയ്താണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് വരും. പിന്നെ ബിൽസ് പേയബിൾ വരും. അത്രേ ഉള്ളൂ അല്ലേ? ബാലൻസ് ഷീറ്റിൽ അത്രയും ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഇക്വിറ്റി ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡിലേക്ക് നോക്കുക. ഇക്വിറ്റി ക്യാപിറ്റൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത് ബോറോവ്ഡ് ഫണ്ടാണ്. ജനറൽ റിസർവ് എന്ന് പറയുന്നത് എന്താണ്? ഓണേഴ്സ് ഫണ്ടാണ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. സൺട്രി ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും എന്താണ്? ബോറോവ്ഡ് ഫണ്ടാണ്. അപ്പം ഇനി എമൗണ്ട് ചെയ്താൽ ഡിബെഞ്ചേഴ്സിന്റെ എമൗണ്ട് എത്രയാണ്? 2 lakh. 2 lakh ആണ് ഡിബെഞ്ചേഴ്സിന്റെ എമൗണ്ട്. സൺട്രി ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് എത്രയാണ്? 90,000 ആണ്.
ബിൽസ് പേയബിൾ 40,000. സോ എത്രയാണ് ടോട്ടൽ വരുന്നത്? 2 lakh plus 2,40,000 പ്ലസ് 90,000 എത്രയാണ്? 3,30,000 അല്ലേ? ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ഓൺഡ് ഫണ്ട്. ഓൺഡ് ഫണ്ടും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും സെയിം ആണ് കേട്ടോ. ഓൺഡ് ഫണ്ടിന്റെ ഐറ്റംസ് ഏതൊക്കെയാണ് വരുന്നത്? ഓൺഡ് ഫണ്ട് അതായത് ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് ഏതൊക്കെയാണ്? ഒന്ന് ഇക്വിറ്റി ഷെയർസ്, പിന്നെ പ്രിഫറൻസ് ഷെയർസ്, പിന്നെ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പിന്നെ ജനറൽ റിസർവ്. ഇതൊക്കെ എന്താണ്? ഓൺഡ് ഫണ്ടാണ്. ഇക്വിറ്റി ക്യാപിറ്റൽ എത്രയാണ്? 2 lakh അല്ലേ? പ്രിഫറൻസ് ക്യാപിറ്റൽ 1 lakh അല്ലേ? ജനറൽ റിസർവ് 1,10,000. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 60,000, ജനറൽ റിസർവ് 1,10,000. സോ ഇത് കൂട്ടി നോക്കാം. 2 lakh, 3 lakh, 4,10,000, 4,70,000. Okay, 4,70,000. ഇനി നേരിട്ട് നമുക്ക് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് ഈക്വൽ ടു 3,30,000 ഡിവൈഡഡ് ബൈ 4,70,000. എത്രയാണ്? 3,30,000 ഡിവൈഡഡ് ബൈ 4,70,000. എത്രയാണ്? 0.70. ഇനി ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നമ്മൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയുടെ ഐഡിയൽ ഫോം എന്ന് പറയുന്നത് എത്രയാണ്? 2:1 ആണ്. ഐഡിയൽ റേഷ്യോ 2:1 ആണ്. 1. അത് മീൻ ചെയ്യുന്നത് എന്താണ്? അതായത് ബോറോഡ് ഫണ്ട് ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ടിനേക്കാളും 2 ഇരട്ടിയാണെന്നാണ് മീൻ ചെയ്യുന്നത് അല്ലേ? അതായത് നമ്മുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ഡെപ്റ്റും ഇക്വിറ്റി ആയിട്ടുള്ള റേഷ്യോ ഇവിടെ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ടിനേക്കാളും കുറവാണ് എന്ത് യൂസ് ചെയ്തേക്കുന്നത്? ഡെപ്റ്റ് യൂസ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് എന്ത് പറയാം? ഇവിടെ ലോ ഗിയർഡ് ഫോം ആണ്. അല്ലെങ്കിൽ ലോ ഗിയർഡ് എന്നല്ല, ഇവിടെ എന്താണ്? ഡെപ്റ്റ് യൂസ് ചെയ്തേക്കുന്നത് കുറവാണ്. അതായത് കൂടുതലും യൂസ് ചെയ്തേക്കുന്നത് എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. ഡെപ്റ്റും ഇക്വിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ബോറോഡ് ഫണ്ട് കുറവാണ്, ഓൺഡ് ഫണ്ടാണ് കൂടുതൽ. ഇനി നെക്സ്റ്റ് റേഷ്യോ നോക്കാം. നെക്സ്റ്റ് റേഷ്യോ എന്താണ് ഫൈൻ ചെയ്യേണ്ടത്? പ്രൊപ്രൈറ്ററി റേഷ്യോ ആണ് ഫൈൻ ചെയ്യേണ്ടത്. പ്രൊപ്രൈറ്ററി റേഷ്യോ ഫൈൻ ചെയ്യാനുള്ള ഫോർമുല എന്താണ്? പ്രൊപ്രൈറ്ററി റേഷ്യോ ഫൈൻ ചെയ്യാനുള്ള ഫോർമുല എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് അല്ലേ? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. നമ്മൾ ഓൾറെഡി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 4,70,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. ടോട്ടൽ അസറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിന്റെ ടോട്ടൽ നോക്കുക. എത്രയാണ്? 8 lakh. 4,70,000 ഡിവൈഡഡ് ബൈ 8 lakh എത്രയാണ്? 4,70,000 divided by 8 lakh. 0.58. 0.58. ഇത് നമ്മൾ എന്ത് ചെയ്യണം? 1 കാണിക്കണം. അതെന്താ മീൻ ചെയ്യുന്നത്? അതായത് ലോ റേഷ്യോ ആണ് അല്ലേ? 1നേക്കാളും കുറവാണ്. അതായത് കമ്പനി എന്ത് ചെയ്യാണ്? കൂടുതലും ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് യൂസ് ചെയ്യുന്നില്ല. ടോട്ടൽ അസറ്റ് ബൈ ചെയ്യാൻ വേണ്ടി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് യൂസ് ചെയ്യുന്ന എന്താണ്? കുറവാണ്. അതാണ് ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ തന്നെ വേറൊരു ഫോർമുലയും കൂടി ഉണ്ട് കേട്ടോ. ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഓൺഡ് ഫണ്ട് എന്നും കൂടി ഒരു ഫോർമുല ഉണ്ട്.
അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. അത് വെച്ചാൽ എത്ര ആൻസർ കിട്ടുന്നത് നോക്കാം. ലോങ് ഫണ്ട് ഡിവൈഡഡ് ബൈ ഓൺഡ് ഫണ്ട്. അത് നോക്കുന്ന സമയത്ത് ലോങ് ടേം ഫണ്ട്സ് എത്രയാണുള്ളത്? ലോങ് ടേം ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ലോങ് ടേമിലേക്ക് നമ്മൾ ഡ്രോ ചെയ്യുന്ന ഒരേ ഒരു ഫണ്ടേ ഉള്ളൂ, അത് ഡിബെഞ്ചേഴ്സ് ആണ് അല്ലേ. അതായത് 2 lakh ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എത്രയാണ്? 4,70,000. അത് കിട്ടുന്നത് 0.43:1. അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. ഇനി പ്രൊപ്രൈറ്ററി റേഷ്യോ ഫൈൻഡ് ചെയ്തു. ഇനി നമുക്ക് കാണേണ്ടത് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ആണ്. അതായത് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. അത് കാണാനുള്ള ഫോർമുല എന്താണ്? ഫിക്സ്ഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലേ. ഈ ഫിക്സ്ഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? കമ്പനി എന്ത് ചെയ്യണം? ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള എമൗണ്ട് സർട്ടൺ ഇന്റർവെൽസിൽ പേ ചെയ്യണം. ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസ് ഏതൊക്കെ വരുമെന്ന് നോക്കാം. ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസ് അറിയാൻ വേണ്ടി ലയബിലിറ്റീസ് സൈഡിലേക്ക് പോവാം. ഒന്നെന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അല്ലേ. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? റെഗുലർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഡൻസ് പേ ചെയ്യണം. പ്ലസ് എന്ത് ചെയ്യണം? നമ്മൾ ഡിബെഞ്ചേഴ്സ്, പ്രിഫറൻസ് ഷെയർസിന്റെ 10% ആണ്. ഡിബെഞ്ചേഴ്സും കറക്റ്റായിട്ട് നമ്മൾ അവർക്ക് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് പേ ചെയ്യണം, വേണ്ടേ? സോ 1 lakh പ്ലസ് 2 lakh എത്രയാണ്? 3 lakh. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? നേരിട്ട് ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യാം. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു 3 lakh ഡിവൈഡഡ് ബൈ ഓണേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമ്മൾ ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് 4,70,000 അല്ലേ. 4,70,000 സോറി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇവിടെ 4,70,000 അല്ല വരുന്നത്. ഇവിടെ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 4,70,000 നിന്ന് എന്ത് മൈനസ് ചെയ്യണം? പ്രിഫറൻസ് ഷെയർസിന്റെ 1 lakh മൈനസ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോയുടെ ഫോർമുല എന്താണ്? ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോയുടെ ഫോർമുല എന്ന് പറയുന്നത് ഫിക്സ്ഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആണ് അല്ലേ. അപ്പൊ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് എത്ര മാത്രമേ ഉള്ളൂ? ഏതൊക്കെയുള്ളൂ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ജനറൽ റിസർവും പ്രോഫിറ്റ് ആൻഡ് ലോസും ഉള്ളൂ. പ്രിഫറൻസ് ഷെയർസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പം 3 lakh ഡിവൈഡഡ് ബൈ 4,70,000 മൈനസ് 1 lakh കിട്ടുമ്പോൾ എത്രയാണ്? 3 lakh ഡിവൈഡഡ് ബൈ 3,70,000 എത്ര കിട്ടുക? 3 lakh ഡിവൈഡഡ് ബൈ 3,70,000 എത്രയാണ്? 0.81:1 അല്ലേ. എന്താണ് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ? ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോയുടെ ഇന്റർപ്രിട്ടേഷൻ എന്താണ്? ലോ ആണ്. അതായത് റേഷ്യോ ലെസ് ദാൻ 1 ആണെങ്കിൽ ഫേം ഈസ് ലോ ഗിയർഡ്. അതായത് കൂടുതൽ എന്ത് ചെയ്യുന്നില്ല കമ്പനി, ലോ ഗിയർഡ് ആണ്. ലോ ഗിയർഡ് മീൻ ചെയ്യുന്നത് എന്താണ്? കമ്പനി കൂടുതലും എന്താണ് ചെയ്യുന്നത്? ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ടിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യാണ്. അതായത്
ഇക്വിറ്റിയുടെ പോർഷനാണ് കൂടുതൽ, 3,70,000. ഫിക്സ്ഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസ് എന്താണ്, കുറവാണ്. സോ നമുക്ക് എന്ത് പറയാം, ദ ഫേം ഈസ് സ്ലോ ഗിയർഡ് ബിക്കോസ് ദ കമ്പനി ഈസ് യൂസിങ് മോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്.